ഹലോ, ഇന്ന് നമുക്ക് ബേക്കറി സ്റ്റൈലിലുള്ള എഗ് പപ്സ് കണ്ടാലോ. അതിനായിട്ട് 1 kg മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 kg മൈദ അത് അരിച്ച് വെച്ചതാണ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ വാനില പൗഡർ ഇട്ടിട്ടുണ്ട്, ഒരു 75 ഗ്രാം പഞ്ചസാര, 10 ഗ്രാം ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. വാനില പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ലോണം ഇതേപോലെ വലിച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് കുഴച്ചിട്ട് അതിനകത്തോട്ട് നമ്മളൊരു 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ വലിച്ച് കുഴച്ചെടുക്കണം. എന്നാലേ പപ്സ് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു പാകം. കയ്യിൽ നിന്നൊക്കെ വിട്ട് പോകണം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതെടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. അതിനകത്തോട്ട് നമ്മൾ മാർജറിനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കറി സ്റ്റൈലുള്ള പപ്സിന് എപ്പോഴും നമ്മൾ മാർജറിൻ തന്നെ ആയിരിക്കും കുറച്ച് നല്ലത്. ബട്ടർ ചേർത്തിട്ടുള്ള പപ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടിരുന്നു. പക്ഷെ ഞാൻ ബട്ടർ ചേർത്ത് ഉണ്ടാക്കിയിട്ട് ഇതുവരെ എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു റെഡിയായിട്ട്. പക്ഷെ മാർജറിനാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. ബേക്കറി സ്റ്റൈലിലെ പപ്സിന് എപ്പോഴും മാർജറിൻ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. ബേക്കറികളിൽ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അതിനുശേഷം അതും ഒരു 10 മിനിറ്റ് ഓളം വെച്ചിട്ട് വീണ്ടും നമ്മൾ അതൊന്ന് പരത്തിയെടുത്ത് അതിനകത്തോട്ട് വീണ്ടും ഈ മാർജറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗോൾഡൻ പഫിൻ്റെ മാർജറിനാണ് യൂസ് ചെയ്യാറ്. അത് നല്ലതാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റുള്ള മാർജറിനാണ്. അതിനുശേഷം ഇത് വീണ്ടും നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ് നന്നായിട്ട് പരത്തിയെടുക്കാം. കേട്ടോ. നല്ല നൈസായിട്ട് പരത്തിയെടുത്താലേ ഉള്ളൂ പപ്സിൻ്റെ ആ ലെയറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ഞാനൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു ബ്ലേഡ് വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ മസാല റെഡിയാക്കിയിട്ടുള്ളത് സവാള, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ മസാല റെഡിയാക്കിയിട്ടുള്ളത്. മസാല റെഡിയാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വേറൊന്നുമല്ല, നമ്മൾ സവാള നമ്മൾ വാട്ടുമ്പോൾ അധികം അങ്ങോട്ട് നന്നായിട്ട് വാടിപ്പോകണ്ട. ഒരു 3/4 ഭാഗം വാടിയാൽ മതിയാവും. 3/4 ഭാഗം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 1/4 ഭാഗം വാടിയാൽ മതിയാവും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ മുട്ട നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് മടക്കിയെടുക്കുമ്പോൾ നമ്മളൊരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഷീറ്റായി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മേളിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതേപോലെ നമുക്ക് അതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സ്പ്രേ ബോട്ടിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കിട്ടുന്നതിൻ്റെ ഉണ്ടായിരുന്നു സാധനം. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് കുറച്ചായി പപ്സ് ചെയ്തിട്ട് കൈക്ക് ചെറിയൊരു റെസ്റ്റായിട്ടിരുന്നതുകൊണ്ട് പപ്സ് ചെയ്യാനുണ്ടായിരുന്നില്ല, കുഴക്കാനൊക്കെ ഉള്ളൊരു പാട് കാരണം. പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ മെഷീനിലാണ് ചെയ്തെടുക്കാറുള്ളത്. കുറച്ചൊക്കെ ഉള്ളതെങ്കിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ട്രേയിലായിട്ടാണ് ബേക്ക് ചെയ്യണത്. നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലേ നല്ല മൊരിഞ്ഞ പപ്സ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതെല്ലാം നമ്മളൊരു ട്രേയിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു കളർ കിട്ടണമല്ലോ പപ്സിന്. ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പുറത്ത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ള എള്ളും കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പപ്സ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ പപ്സാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.